ദൈവത്തിന് മഹത്വം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തുയേശുവിൽ എളിയവൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 10:38 നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ മുൻപ് കൂട്ടി തൻ്റെ ജനനം എങ്ങനെയാണ്, മരണം എങ്ങനെയാണ്, ഉയർത്തെഴുന്നേൽപ്പ് എങ്ങനെയാണ്, പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ക്രൂശീകരണം എങ്ങനെയാണ് ഇത്യാദി കാര്യങ്ങളെല്ലാം ജനനത്തിന് ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തിട്ടുള്ളതാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ലോകത്ത് പലരും മഹാന്മാരെന്ന് പേരെടുത്തും അവതാര പുരുഷന്മാരെന്ന് പേര് പറയപ്പെട്ടും കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഒരൊറ്റ അവതാര പുരുഷൻ മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. മറ്റ് മഹാന്മാരുടെ ആരുടെയും ജനനമോ മരണമോ പ്രവർത്തനത്തെക്കുറിച്ചോ മുൻപ് കൂട്ടി ഒരു വാക്കുപോലും പറയപ്പെട്ടിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും നിറവേറുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഔഗസ്തോസ് കൈസർ താന് നാടുവാഴുന്ന ആ കാലത്താണ് യേശുവിൻ്റെ ജനനം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. അഥവാ ജനമൊക്കെയും പേർവഴി ചാർത്തേണമെന്നുള്ളതായ ആ വിളംബരപ്രകാരം യോസേപ്പ് ഗർഭിണിയായ തൻ്റെ ഭാര്യയോടുകൂടെ പേർവഴി ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രേത്ത് പട്ടണം വിട്ട് യഹൂദയിൽ ബേത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് കടന്നു പോകുന്നത് തന്നെ ഒരു ചരിത്ര സംഭവമെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചരിത്രത്തെ BC എന്നും AD എന്നും യേശുവിൻ്റെ ജനനം കൊണ്ട് 2ആയി വിഭജിക്കപ്പെടുവാനായിട്ടും ഇടയായി തീർന്നു. യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് തൻ്റെ ജനനം കന്യകയിലായിരിക്കുമെന്ന് യേശയ്യാ പ്രവചനം 7:14 ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപ് ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുൻപേ പ്രവാചകൻ അരുളി ചെയ്യുവാനിടയായി. മത്തായിയുടെ സുവിശേഷം 1:22-23 വാക്യങ്ങളിൽ പുതിയ നിയമത്തിൽ അതിൻ്റെ നിറവേറലുകൾ കാണുവാനായിട്ട് കഴിയും. അതേപോലെ ബേത്ലഹേമിൽ ജനിക്കും എന്ന് മീക 5:2 മത്തായിയുടെ സുവിശേഷം 2:1, 5:6 തുടങ്ങിയ വാക്യങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യഹൂദ ഗോത്രത്തിൽ ജനിക്കും എന്നത് ഉൽപ്പത്തി പുസ്തകം 49:10 മത്തായിയുടെ സുവിശേഷം 1:1-3 എബ്രായ ലേഖനം 7:14 നമുക്ക് കാണുവാൻ സാധിക്കുന്ന യാഥാർത്ഥ്യമാണ്. ജനനത്തോടുള്ള ബന്ധത്തിൽ ശിശുഹത്യ നടക്കുമെന്ന് ഇരമ്യാ പ്രവചനം 31:15 പഴയ നിയമത്തിൽ പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 2:17-18 പുതിയ നിയമത്തിലും അതിൻ്റെ നിറവേറലുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മുമ്പ് കൂട്ടി വഴി ഒരുക്കപ്പെടും എന്ന് യേശയ്യാ പ്രവചനം 40:3, മലാക്കി 3:1, 4:5 വാക്യങ്ങളിൽ കാണുമ്പോൾ മത്തായി 3:3, 11:10-14 വരെ മർക്കോസ് 1:2-4 വാക്യങ്ങളിലുമായി അതും നമുക്ക് പുതിയ നിയമത്തിൽ കാണാം. മിസ്രയീമിൽ നിന്ന് വിളിക്കപ്പെടുമെന്ന് ഹോശയ്യാ പ്രവചനം 11:1 പറയുമ്പോൾ മത്തായി 2:15 അതിൻ്റെ നിറവേറൽ കാണാം. അഭിഷേകം ചെയ്യപ്പെടും എന്ന് യേശയ്യാ പ്രവാചകൻ 61:1-2 വാക്യങ്ങളിൽ പറയുമ്പോൾ ലൂക്കോസ് 4:18-21 വരെയുള്ള വാക്യങ്ങളിൽ അതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. ശുശ്രൂഷയുടെ ആരംഭം എങ്ങനെയായിരിക്കുമെന്ന് യേശയ്യാ പ്രവചനം 9:1-2 വാക്യങ്ങളിൽ പറയുമ്പോൾ മത്തായി 4:13-16 വരെയുള്ള ഭാഗങ്ങളിൽ അത് നമുക്ക് കാണാം. അകൃത്യങ്ങൾ ചുമക്കും എന്ന് യേശയ്യാ പ്രവാചകൻ 53:4 വിളിച്ചു പറയുമ്പോൾ മത്തായി 8:17 അത് നമുക്ക് കാണാം. വിശ്വസിക്കപ്പെടുകയില്ല എന്ന് യേശയ്യാ പ്രവചനം 53:1 പറയുമ്പോൾ യോഹന്നാൻ 12:38, റോമർ
10:16 തുടങ്ങിയ വാക്യങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. കാരണം കൂടാതെ പകയ്ക്കപ്പെടുമെന്ന് സങ്കീർത്തനം 69:4 കാണുമ്പോൾ യോഹന്നാൻ 15:25 അത് നമുക്ക് കാണാം. സഹോദരന്മാർ വിശ്വസിക്കുകയില്ല എന്ന് സങ്കീർത്തനം 69:8 കാണുമ്പോൾ യോഹന്നാൻ 7:5 നമുക്കത് കാണാവുന്നതാണ്. ആലയത്തെ കുറിച്ചുള്ള എരിവുള്ളവൻ ആയിരിക്കുമെന്ന് സങ്കീർത്തനം 69:9 യോഹന്നാൻ 2:16-17 നമുക്ക് കാണാം. നിന്ദിക്കപ്പെടുമെന്നത് സങ്കീർത്തനം 69:9 പറയുമ്പോൾ റോമർ 15:3 അതിന്റെ നിറവേറൽ നമുക്ക് കാണാവുന്നതാണ്. കഴുതക്കുട്ടിയുടെ പുറത്തുള്ള യാത്ര അത് സെക്കരിയ പ്രവചനം 9:9 പുതിയ നിയമത്തിൽ മത്തായി 21:4-5 ലൂക്കോസ് 19:35 മുതൽ 39 വരെ യോഹന്നാൻ 12:13 മുതൽ 15 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. തള്ളപ്പെട്ടവനാകും എന്ന യേശയ്യാ പ്രവചനം 53:3 സങ്കീർത്തനങ്ങൾ 69:8 118:22 കാണുമ്പോൾ മർക്കോസ് 9:12 12:10-11 യോഹന്നാൻ 1:11 വാക്യങ്ങളിൽ പുതിയ നിയമത്തിലും നമുക്കത് കാണാവുന്നതാണ്. അപ്പോസ്തലന്മാരിൽ ഒരുത്തൻ നാശയോഗ്യനായി തീരും എന്നത് 109 സങ്കീർത്തനത്തിന്റെ 8 മുതൽ 13 വരെയുള്ള ഭാഗങ്ങളിൽ കാണുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 17:12 അപ്പോസ്തല പ്രവൃത്തികൾ 1:20 വാക്യങ്ങളിൽ അതിന്റെ നിറവേറൽ കാണാം. അനുഗാമിയാൽ ചതിക്കപ്പെടുമെന്നത് സങ്കീർത്തനം 41:9 കാണുമ്പോൾ മത്തായിയുടെ സുവിശേഷം 26:14 മുതൽ 16 വരെയുള്ള ഭാഗങ്ങളിലും 47 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിലും നമുക്കത് കാണുവാൻ കഴിയും. 30 വെള്ളിക്കാശിന് കൊടുക്കപ്പെടും എന്നത് സക്കരിയ പ്രവചനം 11:12 കാണുമ്പോൾ മത്തായി 26:15 അതിന്റെ നിറവേറൽ കാണാം. ശിഷ്യന്മാർ ചിതറിക്കപ്പെടും എന്നത് സക്കരിയ പ്രവചനം 13:7 കാണുമ്പോൾ മത്തായി 26:31 മുതൽ 31-56 വാക്യങ്ങളിൽ അതിന്റെ നിറവേറലും നമുക്ക് കാണാവുന്നതാണ്. വിസ്തരിക്കപ്പെടും അഥവാ ശിക്ഷ വിധിക്കപ്പെടും തുടങ്ങിയ കാര്യങ്ങൾ യേശയ്യാ പ്രവചനം 53:8 നാം കാണുമ്പോൾ മർക്കോസ് 15:1-15 വരെയുള്ള ഭാഗങ്ങളിലും നമുക്കത് കാണാവുന്നതാണ്. കള്ളസാക്ഷികൾ ഉണ്ടാകുമെന്ന് സങ്കീർത്തനം 35:11 പറയുമ്പോൾ മത്തായി 26:59 മുതൽ 61 വരെ അതിന്റെ നിറവേറൽ കാണാം. കുറ്റം വിധിക്കുന്നവരുടെ മുമ്പിൽ നിശബ്ദനായിരിക്കും എന്ന യേശയ്യാ പ്രവചനം 53:7 കാണുമ്പോൾ മത്തായി 27:12 മുതൽ 14 വരെ അതിന്റെ നിറവേറലും നമുക്ക് കാണാവുന്നതാണ്. ചെകിട്ടത്ത് അടിക്കപ്പെടും യേശയ്യാ പ്രവചനം 50:6 മീഖ 5:1 പറയുമ്പോൾ മർക്കോസ് 14:65 അത് നമുക്ക് കാണാം. മരത്തിൽ തറയ്ക്കപ്പെടുമെന്ന് സങ്കീർത്തനം 22:16 പറയുമ്പോൾ മർക്കോസ് 15:25 അത് നമുക്ക് കാണാവുന്നതാണ്. അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുമെന്ന് യേശയ്യാ പ്രവചനം 53:12 പറയുമ്പോൾ മത്തായി 27:38 മർക്കോസ് 15:28 അതിന്റെ നിറവേറൽ കാണാം. മരത്തിൽ തറയ്ക്കപ്പെട്ട അവസ്ഥയിൽ നിന്ദിക്കപ്പെടുമെന്ന് സങ്കീർത്തനം 22:7-8 വാക്യങ്ങളിൽ കാണുമ്പോൾ മത്തായി 27:39-43 അതേപോലെ മർക്കോസ് 15:29 വാക്യങ്ങളിൽ അതും നമുക്ക് കാണാം. കുത്തിത്തുളയ്ക്കപ്പെടുമെന്ന് സക്കരിയ പ്രവചനം 12:10 പറയുമ്പോൾ യോഹന്നാൻ 19:34-37 വാക്യങ്ങളിലും അത് നമുക്ക് കാണാം. അങ്കിക്കായി ചീട്ടിടപ്പെടും എന്ന് സങ്കീർത്തനം 22:18 പറയുമ്പോൾ മത്തായി 27:35 അത് നമുക്ക് കാണാം. കയ്പും ചൊറുക്കയും കുടിക്കാൻ നൽകപ്പെടുമെന്ന് സങ്കീർത്തനം 69:21 അതേപോലെ മത്തായി 27:34-48 വാക്യങ്ങളിൽ അതിന്റെ നിറവേറലും കാണാം. ദൈവത്താൽ കൈവിടപ്പെടുമെന്ന് സങ്കീർത്തനം 22:1 പറയുമ്പോൾ മത്തായി 27:46 അതിന്റെ നിറവേറലുകൾ കാണാവുന്നതാണ്. അസ്ഥികളൊന്നും ഒടിക്കപ്പെടുകയില്ല എന്ന് സങ്കീർത്തനം 34:20 പറയുമ്പോൾ യോഹന്നാൻ 19:33-36 വാക്യങ്ങളിൽ അതിന്റെ നിറവേറലും നമുക്ക് കാണാവുന്നതാണ്. അകൃത്യ യാഗപരമായി മരിക്കും എന്ന് യേശയ്യാ 53:5-8 പറയുമ്പോൾ യോഹന്നാൻ 1:29 1 കൊരിന്ത്യർ ലേഖനം 15:3 ഈ വാക്യങ്ങളിൽ അതും നമുക്ക് കാണാവുന്നതാണ്. സമ്പന്നന്മാരോടുകൂടി
അടക്കപ്പെടുമെന്ന് യെശയ്യാവ് 53:9 പറയുമ്പോൾ, മത്തായി 27:57 മുതൽ 60 വരെ, മാർക്കോസ് 15:46, ലൂക്കോസ് 23:53, യോഹന്നാൻ 19:39-40 വാക്യങ്ങളിൽ അതിന്റെ നിറവേറലും നമുക്ക് കാണാവുന്നതാണ്. ദ്രവത്വം കാണും മുമ്പേ ഉയർത്തെഴുന്നേൽക്കും എന്നത് സങ്കീർത്തനം 16:10 പറയുമ്പോൾ, മാർക്കോസ് 16:6, അപ്പസ്തോല പ്രവൃത്തികൾ 2:31 വാക്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം അതൊരു കെട്ടുകഥയല്ല, അതൊരു കിഴവിക്കഥയല്ല. മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരമായി അത് കടന്നു വന്നവനായ കർത്താവ് എത്രയും വേഗം തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ കടന്നു വരുന്നു എന്നുള്ളതാകുന്ന പ്രവചനവും ഇത്രയും പ്രവചനങ്ങൾ നിറവേറിയെങ്കിൽ എത്രയും വേഗം നിറവേറാൻ പോകുകയാണ്. കർത്താവിന് വേണ്ടി നാം ഒരുങ്ങിയിട്ടുണ്ടോ? അതല്ല എങ്കിൽ എത്രയും വേഗം ആ ഒരുക്കത്തോടുകൂടെ നമുക്കായിരിക്കാം, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കണ്ണുകൾക്കിമ്പമായതൊക്കെയും നശ്വരമേ,